നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് കൈത്താങ്ങ് എന്നൊരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ആശുപത്രിയിൽ അച്ഛൻ്റെ ചികിത്സയ്ക്കായി എത്തിയതാണ് മുരളി. അമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയിരുന്നു. അമ്മയില്ലാത്ത ദുഃഖം കുട്ടിയായിരുന്ന അവനെ അറിയിക്കാതെയാണ് അച്ഛൻ വളർത്തിയത്. 10ാം ക്ലാസ് കഴിഞ്ഞ് ITI വരെ പഠിച്ചെങ്കിലും ഒരു ജോലിയും തരപ്പെട്ടിട്ടില്ല. ഒടുവിൽ പരിചയമുള്ള ഒരാളുടെ ഓട്ടോ ഓടിക്കുകയായിരുന്നു മുരളി. അതിനിടയിലാണ് അച്ഛന് വയ്യാതായത്. ആശുപത്രിയിൽ നിന്ന് പുറത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് മരുന്ന് വാങ്ങാൻ പോകുമ്പോഴാണ് യാദൃച്ഛികമായി ആ പരിസരത്ത് വെച്ച് മുരളി വളരെ അവശനിലയിൽ ഒരു പ്രായമായ അമ്മയെ കാണുന്നത്. എന്നാൽ കാഴ്ചയിൽ അവർക്ക് നല്ല ആഢ്യത്വമൊക്കെ തോന്നിച്ചിരുന്നു. നിസ്സഹായയായി നിലത്തിരിക്കുന്ന അവരെ കണ്ടപ്പോൾ അവന് വളരെ സങ്കടം തോന്നി. അടുത്ത് ചെന്ന് എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും ഇതുവരെ കഴിച്ചില്ല മോനെ എന്നവർ പറഞ്ഞു. വെള്ളവും ഭക്ഷണവും വാങ്ങിക്കൊടുത്തതിന് ശേഷം മുരളി അച്ഛൻ്റെ മരുന്ന് വാങ്ങാനായി കടയിൽ പോയി. പല പ്രശ്നങ്ങൾ കാരണം രാത്രി വളരെ വൈകിയാണ് അയാൾ തിരിച്ച് ആശുപത്രിയിലെത്തിയത്. ഓട്ടോയിൽ തിരിച്ചു വന്ന് ഗേറ്റിനടുത്തെത്തിയപ്പോൾ ഇരുട്ടത്ത് കൂനിക്കൂടി അവർ അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടു. വണ്ടി നിർത്തി അയാൾ അവരോട് ചോദിച്ചു, എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്? അപ്പോഴാണ് അവർ കരഞ്ഞുകൊണ്ട് ആ കഥ പറഞ്ഞത്. തന്നെ മകൻ ഇവിടെ ഉപേക്ഷിച്ചു പോയതാണെന്ന് വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ മുരളിയോട് അവർ പറഞ്ഞു. ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് തലേന്ന് രാത്രി വീട്ടിൽ നിന്നിറങ്ങി ഒരു ബസ്സിൽ കയറ്റിയതാണ്. ബസ്സിൽ നിന്ന് ഇവിടെ ഇറങ്ങിയപ്പോൾ നേരം പരപരാ വെളുത്തതേ ഉള്ളൂ. ഇവിടെ നിർത്തിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മകൻ പോയതാണ്. അവനെ കാണാതെ അവിടെ നിന്ന് താൻ വിഷമിച്ചു. എൻ്റെ കണ്ണും കാതും അവനായി കാത്തിരുന്നു. ഒടുവിൽ അവനെന്തെങ്കിലും സംഭവിച്ചോ എന്ന വേവലാതിയായിരുന്നു എനിക്ക്. ആരോട് ചോദിക്കാനാണ്? ചുറ്റും ആരെയും അറിയില്ല. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു കാര്യം തോന്നുന്നു. അവൻ്റെ ഭാര്യ അശ്രീകരം ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും ശകാരിക്കുമായിരുന്നു. ഇനി അവൻ അവളുടെ വഴക്കിൻ്റെ പേരിൽ എന്നെ വഴിയിൽ കളഞ്ഞതാണോ? ഈ ചിന്ത ഇപ്പോഴാണ് എനിക്ക് മനസ്സിൽ തോന്നുന്നത്. എനിക്ക് ആരുമില്ല മോനെ. കെട്ടിയോൻ എൻ്റെ വളരെ ചെറുപ്പത്തിലേ തന്നെ മരിച്ചുപോയതാണ്. പിന്നെ തലച്ചുമടെടുത്തും മൈക്കാട് പണി ചെയ്തുമൊക്കെയാണ് ഞാൻ അവനെ വളർത്തിയെടുത്തത്. ഇപ്പോൾ അവന് കുടുംബമായപ്പോൾ ഞാൻ എല്ലാവർക്കും അധികപ്പറ്റായി. അവർ വിതുമ്പിക്കൊണ്ട് കണ്ണു തുടച്ചു. ഇത് കേട്ട് മുരളിക്ക് എന്ത് പറയണം എന്നറിയാതെയായിപ്പോയി. എവിടെയാണ് വീട് അമ്മയുടെ എന്ന് ചോദിച്ചപ്പോൾ ചേത്തക്കൽ എന്നവർ പറഞ്ഞു. പക്ഷേ അതെവിടെയാണെന്ന് പറഞ്ഞു തരാനൊന്നും അവർക്കറിയില്ല. രാത്രിയുടെ ഇരുളിൽ ഭയന്ന് വിവശയായ അവരെ ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് എങ്ങനെ പോകുമെന്നോർത്ത് കുറച്ചുനേരം മുരളി അന്ധാളിച്ചു പോയി. വാങ്ങിയ മരുന്ന് അച്ഛൻ്റെ കൂടെ പകൽ നിൽക്കുന്ന കൂട്ടുകാരനെ ഏൽപ്പിച്ചു വരാമെന്ന് പറഞ്ഞ് മുരളി പോയി. അരമണിക്കൂർ കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നപ്പോൾ പേടിച്ച് കൂനിക്കൂടിയിരുന്ന ആ വൃദ്ധ പറഞ്ഞു, ഞാൻ ഓർത്ത് മോനും എന്നെ ഇട്ടിട്ട് പോയതാണെന്ന്. ഇത് കേട്ട് മുരളി പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ തൽക്കാലം അമ്മയെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കാം. ഇതിനിടയിൽ മുരളി അവിടെ അടുത്ത് തന്നെ പരിചയമുള്ള ഒരു കുടുംബത്തെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അവർ നടത്തുന്ന ഒരു ചെറിയ അഗതി മന്ദിരത്തിൽ ഈ അമ്മയെ നിർത്താൻ വേണ്ട ഏർപ്പാടുകളും ചെയ്തു. അന്ന് രാത്രി അവർക്ക് മാറി ഉടുക്കാൻ തുണിയും പുതപ്പുമൊക്കെ വാങ്ങിക്കൊടുത്ത് മുരളി അവരെ കൊണ്ടുവന്ന് അവിടെ ആക്കി. ഇടയ്ക്കിടയ്ക്ക് അയാൾ അവരുടെ വിവരങ്ങൾ തിരക്കിക്കൊണ്ടിരുന്നു. ഇതുവരെ ആരും അവരെ അന്വേഷിച്ചു വന്നിട്ടില്ല എന്ന് ആ വീട്ടുകാർ പറഞ്ഞു. മുരളി വല്ലപ്പോഴുമൊക്കെ അവിടെ ചെന്ന അമ്മയെ കാണുകയും ചെയ്തിരുന്നു. അമ്മയുടെ ചികിത്സയ്ക്കും മറ്റു ചെലവിനുമുള്ള പണം അവരെ ഏൽപ്പിച്ചു പോരുന്നതും പതിവാക്കി. ഇതിനിടയിൽ മുരളിയുടെ അച്ഛൻ്റെ രോഗം മൂർച്ഛിക്കുകയും അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഏകദേശം 6 മാസം സ്വന്തം വീട്ടുകാരോ ബന്ധുക്കളോ അറിയാതെ മുരളി ആ അമ്മയുടെ സംരക്ഷണ ചുമതല നിർവഹിച്ചു പോന്നു. അമ്മയിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അവരുടെ മകനെ അയാൾ അന്വേഷിച്ചു. പക്ഷേ കണ്ടെത്താനായില്ല. ഒരു ദിവസം മുരളി ഭാര്യയോട് വളരെ വിഷമത്തോടെ ഈ അമ്മയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എന്തിനാണ് അമ്മയെ മുരളിയേട്ടൻ അവിടെ നിർത്തിയിരിക്കുന്നത്? നമുക്ക് 2 പേർക്കും അച്ഛനും അമ്മയും ഇല്ലല്ലോ. നമുക്കൊരമ്മയെ കിട്ടുമല്ലോ. ഞാൻ പൊന്നുപോലെ അവരെ നോക്കിക്കോളാം. എനിക്കൊരു കൂട്ടാകുകയും ചെയ്യും. ഇത് കേട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് മുരളി അമ്പിളിയെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവർ 2 പേരും കൂടെ പോയി അമ്മയെ പാലക്കാടേക്ക് കൊണ്ടുവന്നു. കാലങ്ങൾ കഴിഞ്ഞിപ്പോൾ ആലോചിക്കുമ്പോൾ അമ്മ വീട്ടിൽ കാലുകുത്തിയ നാൾ മുതലാണ് മുരളിയുടെയും അമ്പിളിയുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നത്.
കുഞ്ഞുങ്ങളില്ലാതിരുന്ന അവർക്ക് അമ്മ വന്നതിന് ശേഷം ആ സന്തോഷം അനുഭവിക്കുവാൻ സാധിച്ചു. ഇരട്ട കുഞ്ഞുങ്ങൾ അവർക്കുണ്ടായി. മുരളിക്ക് ഗൾഫിൽ ഒരു നല്ല ജോലി കിട്ടി. പുതിയ വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളുമായി സന്തോഷത്തോടെ അവർ കഴിയുന്നു. അമ്മ ഉള്ളതുകൊണ്ട് എനിക്ക് അമ്പിളിയെയും കുട്ടികളെയും ഇവിടെ ആക്കി സമാധാനത്തോടെ ഗൾഫിൽ ജോലിക്ക് പോകാൻ കഴിയുന്നു. ഇതും പറഞ്ഞ് അമ്മയെ ചേർത്ത് പിടിച്ചു. അവധി കഴിഞ്ഞ് യാത്രയ്ക്കായി ഇറങ്ങുമ്പോൾ മുരളി പറഞ്ഞ വാക്കുകൾ കേട്ട് അമ്മ സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ കഥ? ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു കഥയുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.